ആധുനിക കവിത്രയത്തിലെ സ്നേഹഗായകനാണ് ശ്രീ കുമാരനാശാൻ. കാവ്യ സൗഷ്ഠവവും അർത്ഥഗാംഭീര്യവും ഒത്തിണങ്ങിയ ഖണ്ഡകാവ്യങ്ങൾ എഴുതിയ മഹാകവി. സാമൂഹിക പരിവർത്തനങ്ങൾക്ക് സ്വന്തം കൃതികളിലൂടെ ഊർജം പകർന്നു നൽകിയ മഹാകവി. ജാതിഭേദവും മതവിദ്വേഷവും കൊണ്ട് ജീർണിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സമൂലം മാറ്റം വരുത്തുവാൻ തൻ്റെ തൂലിക പടവാൾ ആക്കിയ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം. സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ച് സവർണ ഭേദം അവസാനിപ്പിക്കാനും സ്നേഹത്തിൻ്റെ മഹിമ എല്ലാവരിലും ഉണർത്തിക്കാനും തൻ്റെ കൃതികളിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1922 കുമാരനാശാൻ രചിച്ച ഒരു ഖണ്ഡകാവ്യമാണ് ചണ്ഡാലഭിഷുകി. മനുഷ്യ മനസ്സിൻ്റെ അടിത്തട്ടിലെ മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ ആശാൻ ആയുധമായി സ്വീകരിച്ചത് സ്നേഹമായിരുന്നു. ജാതി കോമരങ്ങൾ പെരുമ്പറ കൊട്ടിയാടുന്ന കാലത്താണ് ആശാൻ ചണ്ഡാലഭിഷുകി എഴുതുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിലെ ശ്രാവസ്തി എന്ന സ്ഥലത്ത് നടന്നതായി കൽപ്പിക്കപ്പെടുന്ന ഒരു കഥയാണ് ചണ്ഡാലഭിഷുകിയിലെ പ്രമേയം. കേരളീയ നവോത്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ മഹാകവി കുമാരനാശാന്റെ തൂലികയിൽ പിറന്ന ഖണ്ഡകാവ്യമാണ് ചണ്ഡാലഭിഷുകി. നാടകം ആരംഭിക്കുന്നു. എടി ചിരുതേ, നേരം വെളുത്തു. നീ ഇനിയും തയ്യാറായില്ലേ? പാടത്ത് പണിക്ക് പോവാൻ നേരമായി. നീ ആ ശാപ്പെടുത്തോണ്ട് വേഗം വാ. ആ വരുന്നേ. ശാപ്പാടെല്ലാം പൊതിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും ചുട്ട പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട്. വേഗം നമുക്ക് പോകാം. താമസിച്ച് എന്നാലേ പാടത്ത് പണിക്കിറങ്ങാൻ തമ്പ്രാക്കൾ സമ്മതിക്കില്ല. എടി മോളെ, എടി നീ അവിടെ എന്തെടുക്കുവാ? വേഗം വാ. ആ അമ്മേ, ഞാൻ വരുന്നു. വേഗം നമുക്ക് പോകാം. നേരം വെളുത്തില്ല പെണ്ണെ, നേരോടടുത്തില്ല പെണ്ണെ, ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ. നേരം വെളുത്തില്ല പെണ്ണെ, നേരോടടുത്തില്ല പെണ്ണെ, ഒരു നൂല് തുണ്ടം കോരി വച്ചില്ല പെണ്ണെ. തകതൈ
ഞാനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല തമ്പ്രാന്മാർ വന്നെന്ന് ഉള്ളേറ് ചൊല്ലുന്നേ. ഞാനവിടെ ചെന്നപ്പോൾ വീടില്ല കൂടില്ല തമ്പ്രാന്മാർ വന്നെന്ന് ഉള്ളേറ് ചൊല്ലുന്നേ. അയ്യോ തമ്പ്രാക്കന്മാര് വരുന്നേ, ഓടിക്കോ. അമ്മേ അമ്മേ, അയ്യോ എന്റെ കാലെടുക്കാൻ പറ്റുന്നില്ല, എന്റെ കാല് ചേറ്റിപ്പോണ്ടല്ലോ. തമ്പ്രാക്കൾ ഇങ്ങെടുക്കാറായി, ഇനി എന്നാ ചെയ്യും? ഇവിടെ പതുങ്ങി കിടന്നാലോ? ദൈവങ്ങളെ കാത്തോണേ. നോം ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ തിരുമേനി? നമ്മുടെ ഇല്ലത്തെ കുട്ടിക്ക് ഒരു ആലോചന വന്നിരിക്കുന്നു. തെക്കേ ഇല്ലത്ത് നിന്നാ ചെക്കന്റെ വീട്ടുകാർ വലിയ തറവാടികളാണത്രേ. അതെ അതെ, നമ്മുടെ കുട്ടിക്ക് പറ്റിയ ആലോചന. തെക്കേ ഇല്ലത്തെ ആളുകൾ വലിയ തറവാടികളാണ്. നമ്മുടെ കുട്ടിക്ക് പറ്റിയ ആലോചന. നമ്മുടെ വടക്കേ തോപ്പിലെ ആദായത്തിന്റെ കണക്ക് എഴുതി വച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടിയുടെ വേളിക്ക് നല്ലൊരു തുക ചെലവാകുവേ. അതെല്ലാം നമ്മുടെ കാര്യസ്ഥൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഈ വർഷം കൃഷിയൊക്കെ മോശമായതുകൊണ്ട് കുടിയാളന്മാർക്ക് കൊടുക്കേണ്ടിയിരുന്ന പാട്ടത്തിൻ്റെ പകുതി മാത്രമേ നമ്മൾ ഇത്തവണ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള വരുമാനത്തിന് ഒരു കുറവുണ്ടായിട്ടില്ല. താൻ മിടുക്കനാടോ നമ്പൂരി. തന്നെ പോലുള്ളവരാ നമ്മുടെ മുതൽക്കൂട്ടേ. ആ കുടിയാളന്മാർ എല്ലാം പോയി തുലയട്ടെ. നമുക്ക് നമ്മുടെ നിലനിൽപ്പാണേ പ്രധാനം. അതെ അതെ, അവറ്റകൾ കുറച്ചു ദിവസം പട്ടിണി കിടക്കട്ടെ എന്ന്. അപ്പോൾ പണത്തിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ട അല്ലയോ? എന്നാ പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിയുടെ വേലി അങ്ങ് ഉറപ്പിക്കാം അല്ലയോ? ശരി ശരി, എന്നാ പിന്നെ അത് എത്രയും പെട്ടെന്ന് അങ്ങ് നടത്തുക. എന്നാ പിന്നെ അങ്ങോട്ട് നടക്കുക. ശരി, നമുക്ക് പോകാം. ഏയ്, വഴി മാറുക ആപശകുനമേ. തമ്പുരാൻ വരുന്നത് കണ്ടില്ലേ? വഴി മാറാൻ പറഞ്ഞിട്ടും വഴി മാറാത്ത ഇവൾ അഹങ്കാരിയാണ് തിരുമേനി. തമ്പുരാൻ മാപ്പാക്കണം, അടിയന്റെ കാല് ചേറ്റി പൊതിഞ്ഞത് കൊണ്ടാ. ഹേയ്, അശ്രീകരം! എന്താ ഈ കാണുന്നത്? കീഴാളർ പാലിക്കേണ്ട നിയമങ്ങൾ അറിവില്ലാന്നുണ്ടോ? നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയ നമ്മുടെ വഴി മുടക്കിയിരിക്കുന്നു. ധിക്കാരി! മാപ്പാക്കണം തമ്പ്ര, മാപ്പാക്കണം. അടിയന്റെ കാല് ചേറ്റി പൊതിഞ്ഞത് കൊണ്ടാ. മാപ്പാക്കണം തമ്പ്ര, മാപ്പാക്കണം. നമ്മുടെ വഴി മുടക്കിയ ഈ അസത്തിനെ ഇവിടെ തന്നെ അങ്ങ് കുഴിച്ചു മൂടുക. അയ്യോ, അയ്യനെ ഒന്നും ചെയ്യല്ലേ, അടിയനെ ഒന്നും ചെയ്യല്ലേ തമ്പുരാനെ. തമ്പ്രാക്കന്മാരെ, എന്റെ പെണ്ണിനൊന്നും ചെയ്യല്ലേ. അയ്യോ, അയ്യോ, അയ്യനെ ഒന്നും ചെയ്യല്ലേ, ആ, അടിയനെ ഒന്നും അടിയന്റെ ചെയ്യല്ലേ പെണ്ണിനൊന്നും ചെയ്യില്ലേ തമ്പ്രാക്കന്മാരെ. അയ്യോ, അയ്യനെ ഒന്നും ചെയ്യല്ലേ, ഒന്നും അടിയനെ ഒന്നും ചെയ്യല്ലേ ആ, തമ്പുരാനെ. അമ്മേ. ആ, അയ്യോ, അയ്യനെ ഒന്നും അയ്യോ ചെയ്യല്ലേ, എന്റെ അപ്പനെ അമ്മ ഒന്നും ചെയ്യല്ലേ തമ്പ്രാക്കന്മാരെ. ഒന്നും ചെയ്യല്ലേ തമ്പ്രാക്കന്മാരെ, ഒന്നും ചെയ്യല്ലേ. കുടിയാളന്മാർ ചെയ്യുന്ന നിയമങ്ങൾ ലംഘിച്ചാൽ എല്ലാറ്റിന്റെയും ഗതി ഇത് തന്നെ ആയിരിക്കും. അതെ,
ഞങ്ങളുടെ പല ദൈവങ്ങളെ, ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ഞങ്ങളുടെ പല ദൈവങ്ങളെ, ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? പല ദൈവങ്ങളെ. ശരണം ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി. കേരള സമാജം ജംഷഡ്പൂർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചണ്ഡാല ഭിഷുകി. പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൽ വൻ പുകൾ കൊണ്ട ശ്രാവസ്തിക്കടുത്തോരൂരിൽ 2500 ആണ്ടോളമായി വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ, വാകകൾ പൂക്കും നാളിൽ, വാകകൾ പൂക്കും നാളിൽ. ഉച്ചയ്ക്കൊരു ദിനം വന്മരുവത്തൊരു വിച്ചായമായ വെളിസ്ഥലത്തിൽ കത്തുന്നൊരാതവജ്വാലയാലർക്കനെ സ്പർദ്ധിക്കും മട്ടിൽ ജ്വലിച്ചു ഭൂമി, സ്പർദ്ധിക്കും മട്ടിൽ ജ്വലിച്ചു ഭൂമി. ഓ, എന്തൊരു ഉഷ്ണമാണ്! പക്ഷികൾ പോലും ഇരതേടാൻ മടിക്കുന്ന ഉഷ്ണം. കഷ്ടം തന്നെ ഈ ജീവജാലങ്ങളുടെ കാര്യം. ഒരിറ്റ് ജലം നൽകി ഇവരുടെ ദാഹം ശമിപ്പിക്കുവാൻ ആരുണ്ടിവർക്ക്? കഷ്ടം.
ശോ, എന്റെ തത്തമ്മേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചൂട് സഹിക്കുന്നില്ല അല്ലേ? സാരമില്ല. ഹായ്, നീ ആ കാക്കക്കുയിലെ നോക്ക്. ദാഹിച്ച് തൊണ്ട പൊട്ടുമ്പോഴും എന്ത് ഭംഗിയായിട്ടാണ് ഓള് പാടണത്. എന്നാ? ഓ, വെള്ളം വേണോ? അവിടെ ഇരി. ദാ ആ കാണുന്ന കിണറ്റിൽ നിന്ന് നല്ല തെളിനീരെടുത്തേണ്ട ഇപ്പൊ വരാട്ടോ. അല്ലെങ്കിൽ വേണ്ട, നീയേ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് വെള്ളം കോരിത്തരാം. ആഹാ, അമ്പടി കള്ളി, നീ ഇവിടെ ഒളിച്ചിരിക്കുക. വാ, നമുക്കേ വെള്ളം കുടിക്കാം. പിടിച്ചിരുന്ന കേട്ടോ. നീ അവിടെ ഇരി, നിനക്ക് ഞാനേ ഇപ്പൊ വെള്ളം കോരിത്തരാട്ടോ. തൂമത്തേടും തൻ പാളക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൻ. ആഹാ, എത്ര സുന്ദരമായ കാഴ്ച! സൂര്യതാപമേറ്റലയുന്ന പ്രാണികളുടെ ദാഹമകറ്റാൻ തന്നെയാണ് ഈ പുണ്യവതി ജലമെടുക്കുന്നത്. എത്ര നല്ല സമയത്താണ് നാം ഇവിടെ എത്തിയത്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരിതാസുനീ, ഓമലേ തരു തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ. സോദരി, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അല്പം ജലം തരുമോ? അയ്യോ, വേണ്ട വേണ്ട, ഞാനൊരു ചണ്ടാലയാണ്, വേണ്ട. ചണ്ടാലയോ? എന്തിനാണ് നീ ഭയക്കുന്നത്? അയ്യോ, ഞാൻ ചണ്ടാലി, ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമൻ നായന്റെ കിടാത്തി മാതങ്കി. അതിന് മാതങ്കി, ഞാൻ നിന്റെ ജാതി ചോദിച്ചില്ലല്ലോ. എന്റെ ദാഹമകറ്റാൻ അല്പം ജലമല്ലേ ചോദിച്ചുള്ളൂ. അയ്യോ, ജലമോ? എന്റെ കയ്യിൽ നിന്നോ? ഏനൊരു തൊട്ടുകൂടാൻ പാടില്ലാത്തവളാണ്. ഇവിടെ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത് പോലും അപരാധമാണ്. എന്നോട് പൊറുക്കണേ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ. ഭീതി വേണ്ട, തരികതെനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിനാൻ. ആരാണ് ഈ തേജസ്വി?
കീഴ്ജാതിക്കാരിയായ എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ച ഈ പുണ്യാത്മാവ് ആരാണോ? ആ, നിങ്ങൾ വന്നോ? എന്നെ ഇത്ര വൈകിയേ? പണി തീർന്നില്ല. നല്ല പണിയായിരുന്നു, അതാ ഇത്ര വൈകിയത്. ഞാൻ പോയി ഒന്ന് മേല് കഴുകിയിട്ട് വരാം. എങ്കിൽ ശരി, മേല് കഴുകിയിട്ട് വാ. നമ്മുടെ മോളെന്തേ? അവള് വെള്ളം എടുക്കാൻ പോയി, ഇതുവരെ വന്നില്ല. എവിടെ പോയി ഇരിക്കുകയാണാവും? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല മാതങ്കി, നീ വന്നോ? ഇത്രയും നേരം നീ എന്നാ ചെയ്തേ? നീ എന്നാടി ഒന്നും മിണ്ടാത്തെ? ആ വെള്ളം എടുത്തിട്ട് വാ. നിന്നോടല്ലേ പറഞ്ഞേ, കാത് കേക്കില്ലേ നിനക്ക്? ഞാൻ ഒരാളെ കണ്ടു, ദൈവത്തെ പോലൊരാളെ. ഓൻ ഈ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. നീ എന്നെ പറഞ്ഞേ? നമ്മ ചണ്ടാളര്, തൊട്ടുകൂടാത്തവര്, തീണ്ടിക്കൂടാത്തവര്, നീ ആർക്കടി വെള്ളം കൊടുത്തേ? ഓൻ ആരെന്ന് എനിക്കറിയില്ലമ്മ. എനക്ക് ഓനെ ഇനിയും കാണണം. അയ്യോ അയ്യോ, എന്റെ പെണ്ണിന് എന്തു പറ്റി? അയ്യോ, ഞങ്ങളുടെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ രക്ഷിക്കണേ. വേണ്ടാത്തതൊന്നും തോന്നിപ്പിക്കല്ലേ. അയ്യോ എന്റെ പെണ്ണ്, അയ്യോ അയ്യോ. എന്തു പറ്റി? നമ്മുടെ പെണ്ണ് വെള്ളം കോരാൻ പോയി വന്ന് ആരെയോ കണ്ടിട്ട് എന്തൊക്കെയോ പുലമ്പണ്. നീ സമാധാനപ്പെട്, നമ്മുടെ മോൾക്കൊന്നും വരില്ല. നമുക്ക് മലദൈവങ്ങളുടെ അടുത്ത് പോയി തിരി കൊളുത്തിട്ട് വരാം, എല്ലാം ശരിയാകും. നീ പോയി തിരിയെടുത്തിട്ട് വാ മോളെ, നീ സമാധാനപ്പെട്. എൻ്റെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ കാത്തുകൊള്ളണേ. നീ ആ തിരിയെടുത്തോണ്ട് വേഗം വാ. നീ സമാധാനായിരിക്കെ, നിനക്കൊന്നും ആവൂല. നമ്മൾ പോയി തിരികെത്തിച്ചിട്ട് വരാം. വാ, വേഗം വാ, നമുക്ക് പോയി തിരികെത്തിച്ചിട്ട് വരാം. ഞങ്ങളുടെ മലദൈവങ്ങളെ, ഞങ്ങളുടെ പെണ്ണിനെ കാത്തോളണേ, ഒന്നും വരുത്തരുതേ. അയിത്തമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചപ്പോൾ ലോകം ആദ്യമായി കണ്ട പോലെ. അപ്പോൾ ഏനും ഒരു മനുഷ്യനാണല്ലേ? ആ അരയാലും അതിനരികിൽ തെളിദീപം പോലുള്ള ഓനെയും എനിക്ക് മറക്കാനാവുന്നില്ല. എന്തൊരു തിളക്കമാണ് ആ കണ്ണുകൾക്ക്. എനിക്ക് ഓനെ ഇനിയും കാണണം. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ
ഒരു മാത്ര വെറുതെ നിലച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം കാതരയായൊരു പക്ഷിയിൻ ജാലക വാതിലിൽ ചാരി ചിലച്ച നേരം വാതിലിൽ ചാരി ചിലച്ച നേരം ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. ഇനിതാ അപ്പനെയും അമ്മയെയും പെറ്റുവീണ കുടിലിനെയും വിട്ടു വന്നിരിക്കണം. എനിക്ക് പോണം. ഓൻ്റെ മനസ്സിൽ കയറി പാർക്കണം. ഓൻ്റെ കാലടി തേടി പോണം. ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി. നിക്കണേ, ഒന്ന് നിക്കണേ. ഏന് ഒരാളെ തിരയുന്നു, നിങ്ങളെപ്പോലൊരാളെ. ഞങ്ങളെപ്പോലെയുള്ള ഒരാളെയോ? മനസ്സിലായില്ല. അതെ, നിങ്ങളെപ്പോലെയുള്ള ഒരാളെ. അയിത്തമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ച ഒരാൾ. അദ്ദേഹത്തെ എനിക്ക് ഒന്ന് കാണിച്ചു തരാമോ? സോദരി, നീ അന്വേഷിക്കുന്നത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരാണ്. അതെ അതെ, നിങ്ങളെപ്പോലെ ഒരാൾ. അദ്ദേഹം എൻ്റെ ഈ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചു. എന്തൊരു തേജസ്സാണ് ആ മുഖത്തിന്. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? നീ അന്വേഷിക്കുന്നത് മറ്റാരുമല്ല, സർവസംഘ പരിത്യാഗിയായ ബുദ്ധഭഗവാന്റെ പ്രഥമ ശിഷ്യനായ അനന്തഭിക്ഷു തന്നെ. എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയുന്നില്ല. എന്നോട് കനിവുണ്ടാകണേ. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? അദ്ദേഹത്തെ ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ നീ കരുതുന്ന പോലെയുള്ള ഒരു ആളല്ല അദ്ദേഹം. ഞങ്ങളെല്ലാവരും സാക്ഷാൽ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാരാണ്. ഞങ്ങളുടെ ഗുരുവായ ആനന്ദസ്വാമിയുടെ വാക്കുകൾ നീ തീർച്ചയായും ശ്രവിക്കണം. അപ്പോൾ നിന്നെ അലട്ടുന്ന ഈ ദുഃഖം ഇല്ലാതാകും. അതുകൊണ്ട് സോദരി, നീ ഞങ്ങളോടൊപ്പം പോന്നോളൂ. അദ്ദേഹം ശ്രാവസ്തിയിലെ ആശ്രമത്തിൽ താമസിയാതെ എത്തിച്ചേരും. ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി. സ്വാമി, മാതങ്കിയോ, വരൂ. എനിക്ക് അങ്ങേ മറക്കാൻ കഴിയുന്നില്ല. ഏനൊരു ചണ്ടാലയാണെന്നറിഞ്ഞിട്ടും എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കുടിച്ച് മഹാത്മാവാണങ്ങ്. ഏനും മറ്റുള്ളവരെ പോലെ ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് അങ്ങാണ്.
എനിക്ക് അങ്ങയെ മറക്കാനാവുന്നില്ല. എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? പക്ഷേ അത് നീ കരുതുന്ന പോലെയുള്ള സ്നേഹമല്ല. സർവസംഗ പരിത്യാഗിയായ ബുദ്ധഭിക്ഷുവാണ് ഞാൻ. ആത്മീയതയുടെ അർത്ഥതലങ്ങളിലൂടെ മൂഢോദയത്തിൻ്റെ പ്രകാശമറിയുന്ന സാക്ഷാൽ ഗൗതമ ബുദ്ധൻ്റെ ശിഷ്യനാണ് ഞാൻ. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങയെ മറക്കാൻ പറ്റില്ല. അത് മാത്രം പറയരുത്. എന്നെ ഉപേക്ഷിക്കരുതേ. സോദരി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. സ്നേഹം നല്ലതാണ്. എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് ബുദ്ധമതം പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇവിടെ ജാതിയോ മതമോ അല്ല, മറിച്ച് മനുഷ്യർക്കാണ് പ്രാധാന്യം. എല്ലാ മനുഷ്യരും ഞങ്ങൾക്ക് തുല്യരാണ്. എന്നോടുള്ള നിന്റെ ഈ അന്ധമായ ഇഷ്ടം ഒരു തൃഷ്ണയായി നിന്നിൽ പടർന്നിരിക്കുന്നു. അതാണ് നിന്റെ ഈ ദുഃഖത്തിന് കാരണം. തൃഷ്ണയെ ഇല്ലാതാക്കി ദുഃഖത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് സാക്ഷാൽ ബുദ്ധഭഗവാൻ അഷ്ടാംഗമാർഗം ഉപദേശിച്ചിരിക്കുന്നത്. ഇനി ജനനമരണ ദുഃഖത്തിന് കാരണമാകുന്ന തൃഷ്ണ നിനക്ക് ഉണ്ടാവുകയില്ല. നീ ഈ ആശ്രമത്തിൽ താമസിക്കുക. യഥാർത്ഥ വിശ്വസ്നേഹം എന്തെന്ന് നിനക്ക് ഇവിടെ നിന്നും പഠിക്കാം. ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ബുദ്ധം ശരണം ഗച്ഛാമി. ശിവ ശിവ, നാം എന്താണ് ഈ കാണുന്നത്?
ഒരു ചണ്ടാല സ്ത്രീ സ്വാമിയുടെ ശിഷ്യയായിരിക്കുന്നു, അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിലെ. നാം ഇതെങ്ങനെ സഹിക്കും? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ബുദ്ധവിഹാരത്തിൽ ചണ്ടാല കയറിയേ, എല്ലാം അശുദ്ധമായേ, എല്ലാം അശുദ്ധമായേ, ഓടിവായോ, ഒന്ന് ഓടിവായോ. എന്താ എന്താ ഇവിടെ ഉണ്ടായേ? താങ്കൾ എന്താണ് ഈ പറയുന്നത്? ഒരു ചണ്ടാല സ്ത്രീ സ്വാമിയുടെ ശിഷ്യയായിരിക്കുന്നു, അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിലെ. ഈ ബുദ്ധഭഗവാന്റെ ശിഷ്യന്മാർ ചെയ്യുന്ന അനാചാരങ്ങള് ഭഗവാന്റെ ആശ്രമത്തില് ഒരു ചണ്ടാല സ്ത്രീയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ശിവ ശിവ, നാം എന്താണ് ഈ കേൾക്കുന്നത്? അതും ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ? അതെ, ഒരു ചണ്ടാല സ്ത്രീ ശ്രേഷ്ഠ ജാതകരോടൊപ്പം നടക്കുക. കഷ്ടം കഷ്ടം, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഇവറ്റകളുടെ ഈ രീതികൾ. അപ്പൊ പിന്നെ ജാതിയും ഭേദവും ഇല്ലാത്ത ഈ ലോകത്ത് നമ്മുടെയൊക്കെ ഗതി എന്താവും? നമുക്കിത് ആലോചിക്കാൻ കൂടി പറ്റണില്ല. ഇത് ആലോചിക്കുമ്പോ നമ്മുടെ ദേഹം ആസകല അങ്ങ് പെരുത്ത് കയറണു. നമുക്കിത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഈ പിറ്റങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. നാം ഇന്നോളം ആചരിച്ചു പോകുന്ന നിഷ്ഠകളെല്ലാം ലംഘിക്കപ്പെടുകയാണ്. കാലാകാലങ്ങളായി നിലനിന്നു പോകുന്ന ഐത്താചാരം ഒരു ചണ്ടാലി കാരണം തടസ്സപ്പെടുകയാണ്. ശിവ ശിവ, ഇനി എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ വിട്ടാ പറ്റില്ല. ആ ചണ്ടാലിയെ അടിച്ചു പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മഹാരാജാവിനെ കാണാം. പരിഹാരം വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ശരി ശരി, എന്നാ നമുക്ക് കൊട്ടാരത്തിലേക്ക് പുറപ്പെടാം. ശാക്യവംശാധിപതി കോസല രാജവീരൻ പ്രസന്നജിത്ത് മഹാരാജാവ് എഴുന്നള്ളുന്നേ. സദസ്സ് ആരംഭിക്കട്ടെ. എന്താണ് ആ ബഹളം? തിരുമനസിനെ മുഖം കാണിക്കാൻ ഒരു കൂട്ടം ബ്രാഹ്മണന്മാർ എത്തിയിരിക്കുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യം ഉണർത്തിക്കാനുണ്ടത്രേ. അവരിൽ 2-3 പേരെ മാത്രം കടത്തിവിടൂ. ഉത്തരവ് പോലെ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ബ്രാഹ്മണന്മാരെ, എന്താണ് അങ്ങ് പതിവില്ലാതെ? ഉദ്ദേശം പറഞ്ഞാലും നാം എന്താണ് ചെയ്തു തരേണ്ടത്? മഹാരാജൻ,
ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതാണ്. പരാതി മാത്രമല്ല, ഒരു സങ്കടം കൂടിയാണ്. പരാതിയോ? എന്താണ് പറഞ്ഞാലും? ബുദ്ധഭഗവാന്റെ ആശ്രമത്തിൽ ഒരു ചണ്ടാലപ്പെണ്ണിനെ പാർപ്പിച്ചിരിക്കുന്നു. എന്തോ? നേരോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിൽ പറത്തി എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചിരിക്കുന്നു. അതും ചത്തറിയലും കുഴിവെട്ടലും ശവങ്കാവലുമായി നടക്കുന്ന ഹീനജാതിക്കാരൻ. ദൈവകോപത്താൽ ഈ നാട് മുടിയാൻ പോവുകയാണ്. വേദപഠനങ്ങളും അനുഷ്ഠാനങ്ങളും പാടെ നിർത്തിയിരിക്കുന്നു. ദൈവകോപത്താൽ ഈ നാട് മുടിയാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കണേ തിരുമനസ്സേ. എന്നാലും നാം എങ്ങനെ സ്വാമിജിയോട് ആജ്ഞാപിക്കും? മഹാരാജാവേ, മുനിമാരും അങ്ങയുടെ പ്രജകളാണ്. ആശ്രമ പരിസരത്ത് വരിനെല്ലിന്റെ 1/6 കരയം തരേണ്ടതുമാണ്. അതുകൊണ്ട് എന്തിനു മടിക്കണം? നാട് മുടിയുന്നതിന് മുമ്പേ ആ ചണ്ടാലിയെ പറഞ്ഞുവിടാൻ ആജ്ഞാപിച്ചാലും തിരുമനസ്. മുനിമാര് തരുന്ന കരം വേറെയാണ്, അതറിയാമല്ലോ. മഹാരാജാവേ, ഈ നാട് ഭരിക്കുന്നത് അങ്ങാണ്. അങ്ങേ അനുസരിക്കാത്ത ഒരു സ്വാമിയും ഈ നാട്ടിൽ വേണ്ട. അങ്ങ് ശാന്തനായാലും സ്വാമിജിയെ കണ്ട് കാര്യങ്ങൾ വിശദമാക്കാം. മഹാരാജൻ, കാര്യങ്ങൾ വിശദമാക്കിയാൽ മാത്രം പോരാ, കാര്യങ്ങൾക്കൊരു തീർപ്പ് കൂടി ഉണ്ടാക്കി തരണേ തിരുമനസേ. നിങ്ങൾ സമാധാനായിരിക്കൂ. ആരവിടെ? ഉടൻ തന്നെ സ്വാമിജിയുടെ ആശ്രമത്തിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യൂ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. എഴുന്നള്ളിയാലും മഹാരാജൻ, എഴുന്നള്ളിയാലും. മഹാരാജൻ, അങ്ങയുടെ ആഗമനോദ്ദേശം എന്തെന്നറിയിച്ചാലും നാം അങ്ങേക്കായി എന്താണ് ചെയ്തു തരേണ്ടത്? ഗുരു, അത് പിന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലായി മഹാരാജൻ. അങ്ങയുടെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. മാതങ്കി എന്ന യോഗിനിയെ പറഞ്ഞയക്കണം. ആ ആവശ്യത്തിനല്ലേ അങ്ങ് വന്നത്? മഹാരാജൻ, മനുഷ്യന്റെ രക്തത്തിലും അസ്ഥിയിലും മജ്ഞയിലും ജാതിഭേദം കാണുന്നില്ല. എല്ലാവരുടെയും ശരീരഘടന ഒന്നു തന്നെയാണ്. ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ നിന്നുരുവായതാണ് ചണ്ടാളനും. എല്ലാവർക്കും അവയവങ്ങളും ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഭിന്നത കാണാൻ കഴിയുന്നത്? ഗുരു, അങ്ങ് പറയുന്നത് സത്യമാണ്, ശരി തന്നെ. പക്ഷേ അടിയന്റെ സങ്കടം ഉണർത്തിക്കേണ്ടത് അങ്ങയുടെ മുമ്പിലല്ലേ? അങ്ങ് അടിയന്റെ സങ്കട നിവൃത്തി ഉണ്ടാക്കിത്തരണം. മഹാരാജൻ, അങ്ങ് ഭഗവാനോട് അപേക്ഷിക്കൂ. അവിടുന്ന് അങ്ങയുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരമരുളും. ഭഗവാൻ, അങ്ങ് സർവജ്ഞാനിയല്ലോ. ധർമ്മത്തെ നിർവചിക്കേണ്ടത് അവിടുന്നല്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളുടെ ഫലം ഒരിക്കലും നല്ലതായിരിക്കില്ല. നാം ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ തനിയെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് നമ്മുടെ ശീലങ്ങളും സ്വഭാവങ്ങളും. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ
സ്നേഹം കൊണ്ട് മാത്രമേ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയൂ. സ്നേഹം തന്നെയാണ് ജീവിതം. സ്നേഹമില്ലായ്മ മരണത്തിന് തുല്യമാണ്. പരസ്പരം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ജനത്തെയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ മഹാരാജൻ ഈ ദുഷിച്ച ജാതി വ്യവസ്ഥയെ അങ്ങയുടെ രാജ്യത്ത് നിന്നും ഇല്ലാതാക്കാൻ അങ്ങ് ആജ്ഞ പുറപ്പെടുവിച്ചാലും. ഭഗവാൻ, അവിടുന്ന് നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചു. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സത്യം നാം തിരിച്ചറിയുന്നു. ഭഗവാൻ, നാം തിരിച്ചറിയുന്നു. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം.